ശങ്കർ സാറിനോടാണ് ചോദ്യം ചോദിക്കാസ്പദമാക്കിയുള്ള ഒരു സിനിമയാണ് പൊന്മാൻ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? പൊന്മാൻ സിനിമയെ പറ്റി പറഞ്ഞാൽ എൻ്റെ കൗമാരകാലത്ത് ഞങ്ങൾ അനുഭവിച്ച ഒരവസ്ഥ, ഞങ്ങളുടെ കഥയാണത്. അത് ഇന്ദുവഞ്ചേട്ടനോട് പറഞ്ഞപ്പോൾ ഇന്ദുവഞ്ചേട്ടൻ്റെ കഥ എഴുതുന്നതാണ് നാലം ചെറുപ്പക്കാർ. അത് ബേസിലായപ്പോൾ ഒരു പൊന്മാനായി. അങ്ങനെയാണ് പിന്നെ സലീം വന്നു, വിജയ വന്നു. അങ്ങനെ ഞങ്ങൾ പൊന്മാൻ സിനിമ ചെയ്തു. നാളെ സിനിമ തിയേറ്ററിലെത്തുകയാണ്, എല്ലാവരും കാണും. കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ ഒരു ആഘോഷമാണ്. അപ്പോൾ ഇതില് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെയാണ് എടുത്തു കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ഈ ചെങ്ങന്നൂർ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെങ്ങന്നൂർ നിവാസികളോട് എന്താണ് സാറിന് പറയുന്നത്? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സജി ചെറിയൻ സർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇത്രയും സ്നേഹം നിറഞ്ഞ ചെങ്ങന്നൂർ നിവാസികളെ, കുടുംബശ്രീ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ഉത്സവമാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ഒരു 10 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഫുഡ് സ്റ്റാളിനൊക്കെ റെക്കോർഡ് സെയിൽസ് ഒക്കെ നടന്നു എന്നറിഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്ത്രീകളുടെ ഒരു ഉത്സവം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കറിയാം, വീട്ടിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ചായക്കടയിൽ ഇരുന്ന് ഗോസിപ്പ് പറയാനൊക്കെയുള്ള ഒരവസരമുള്ളതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു 10 ദിവസമൊക്കെ 10 ദിവസം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അമ്മായിയപ്പനിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും അമ്മമാരിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ ആഘോഷം ഒരു തരത്തിലും കുറയ്ക്കേണ്ട. നിങ്ങളാണ് ഈ നാടിൻ്റെ ഒരു വീടിൻ്റെ നാടിൻ്റെ ഒക്കെ ശക്തി. ആ നാട്ടിലെ സ്ത്രീകളൊക്കെ തന്നെയാണ്, അതിനൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ ആഘോഷം വളരെ വലിയ രീതിയിൽ തന്നെ നടക്കട്ടെ. ഒന്നും നോക്കണ്ട, അർമാദിക്കുക. 10 ദിവസം ഇനി എപ്പോഴും ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടില്ല. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. തിരിച്ചു നിന്ന് ഒരുപാട് സൗഹൃദങ്ങളുടെയും ഒക്കെ കഥകൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നടത്തിയത് കേരള സർക്കാരിനോട് ഒക്കെയുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പൊന്മാൻ, പൊന്മാൻ എന്ന് പറയുന്നത് നീല പൊന്മാൻ എന്ന് പറയുന്ന പോലത്തെ നമ്മൾ പക്ഷീനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് പൊന്മാൻ, അതായത് പൊന്മാൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ടൈറ്റിലാണ്. അതായത് പൊന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു കഥയാണ് ഈ സിനിമ നമ്മൾ സംസാരിക്കുന്നത്. പൊന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇതിനെല്ലാവരും അണിഞ്ഞിട്ടുള്ള ഒരു ആഭരണമാണല്ലോ പൊന്ന് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെ പൊന്ന് നമ്മൾ കാണാറുണ്ട്. എന്നാൽ പോലും പൊന്ന് പല കുടുംബങ്ങളിലും പ്രശ്നക്കാരനായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീധനം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ പൊന്ന് എന്നുള്ളൊരു കൊമോഡിറ്റി ഒരു വലിയ പ്രശ്നക്കാരനായിട്ട് മാറാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീധനം എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു എൻ്റർടൈനർ സിനിമയുടെ ചേരുവകളൊക്കെ ചേർത്ത് നല്ല പാട്ടും ആക്ഷനും കോമഡിയും ഇമോഷണൽ രംഗങ്ങളൊക്കെ ആയിട്ടുള്ള പല ചേരുവകളൊക്കെ ചേർത്ത് തേച്ച് വിരിച്ചെടുത്ത് നിങ്ങളിലേക്ക് 2 മണിക്കൂർ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റർടൈൻ ആവും, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാവും. എന്നാൽ പോലും ആ വിഷയത്തെ ഒരു സ്ത്രീധനം കൊടുക്കുന്നവരോ വാങ്ങിച്ചവരോ ഒക്കെ ഉള്ളിലും ഉൾക്കൊത്തുണ്ടാകാനുള്ള സാധ്യത ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ ഉണ്ടാവും. വളരെ റെലവൻ്റായിട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള കടന്നു പോയിട്ടുള്ളവരാവും. അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഡ്രാമ എൻ്റർടൈനർ സിനിമയാണ്. അതാണ് ഞങ്ങളുടെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ സിനിമാ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ ഭാഗം ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു അഭിനേതാവ് എന്ന നിലയിൽ എൻ്റെ എല്ലാ സിനിമകളും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഫാമിലി ഓഡിയൻസാണ്. അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക, സുഹൃത്തുക്കളോട് പറയുക. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ജയ 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 എന്ന് പറയുന്ന സിനിമ മുതൽ ഇങ്ങോട്ട് ഒരു നടൻ എന്ന നിലയിൽ നിങ്ങളുടെ
സ്ത്രീകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ആ സ്നേഹം അറിയാറുണ്ട്. ഒരുപാട് അമ്മമാർ ഒക്കെ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. സ്വന്തം വീട്ടിലെ മോനെ പോലെയൊക്കെയാണ് പലപ്പോഴും സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആ സ്നേഹം എന്നും ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണാൻ നിങ്ങൾക്ക് ആരും നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് വരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ള അഭിപ്രായം അറിയിക്കുക. ഇങ്ങനെ ഒരു വേദി വരുന്നത് ഇങ്ങനെ ഒരു വേദി നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇനിയും ഇത് വലിയ വിജയങ്ങളിലേക്ക് അടുത്ത കൊല്ലമൊക്കെ വലിയ വിജയങ്ങളിലേക്ക് ഈ സാഹസരം എന്ന് പറയുന്ന ഒരു വേദി പറഞ്ഞു വരട്ടെ. ഒരു നീല പൊന്മാനെ പോലെ പറഞ്ഞു വരട്ടെ. താങ്ക് യു സോ മച്ച്. ആകാംക്ഷയുണ്ട്. ഞങ്ങൾ കണ്ട അമ്മാനെയല്ല പെൺമാനിനെ കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തോ ഭയങ്കര വ്യത്യാസമുള്ള ക്യാരക്ടർ എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടുപേരും തമ്മിൽ നല്ല തല്ലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താ പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ കുടുംബശ്രീയുടെ മേഖലയിൽ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഞങ്ങൾ പൊന്മാൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗം കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബേസിൽ പറഞ്ഞതുപോലെ കൊല്ലത്ത് നടന്ന ശരിക്കും നടന്നൊരു കഥയാണ്. ഇന്ദോവൻ ചേട്ടൻ കഥയൊക്കെ എഴുതി 4-5 ചെറുപ്പക്കാരുടെ നോവൽ. അതിനെ ആസ്പദമാക്കിയിട്ടാണ് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് സ്ത്രീകൾക്കായിരിക്കും. അതുപോലെ അമ്മമാർക്കും അമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത്.